ഹലോ ഫ്രണ്ട്സ്, ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് കുറച്ച് കണവ കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് വെട്ടി വൃത്തിയാക്കി അതിൻ്റെ മഷി കളഞ്ഞ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. കണവ വൃത്തിയാക്കുമ്പം അതിന് അധികം ഒന്നും കളയാനില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു മഷിയുണ്ട്. ആ മഷി എടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്താലും കാണുമ്പോൾ ഒരു ചെറിയ സഞ്ചി പോലിരിക്കുക. പക്ഷെ അതിനകത്ത് ഭയങ്കര കറയാണ്, മഷിയാണ്. അത് ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ഈശ്വരൻ അതിന് കൊടുത്തിരിക്കുന്ന ഒരു കഴിവാണത്. അപ്പോൾ അത് നമ്മൾ നല്ല വൃത്തിയായിട്ട് എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കണം. ഇനി നമുക്കതിന് ശേഷം കാണാം. നമ്മളപ്പം മീൻ വെട്ടാൻ ആരംഭിച്ച് അതിൻ്റെ തൊലി ഇങ്ങനെ നമ്മൾ എടുക്കണം. കണ്ടോ? നമ്മളിതിങ്ങനെ കീറണം. ഈ ഭാഗം ഇപ്പൊ വൃത്തിയായി കഴിഞ്ഞ് ഇതിന്റെ തല, ഇതിന്റെ മഷിയാണ് വേണ്ടത്. ഇത് നമ്മളങ്ങ് എടുത്ത് കളയണം. കണവ ഇവിടെ വെട്ടി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇനി അത് റോസ്റ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അതിനായിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. റോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിത് നന്നായിട്ട് 5-8 വിസിൽ കുക്കർ വെച്ച് അടുപ്പിച്ച് വേവിക്കണം. എങ്കിലേ ഇത് കണവയ്ക്ക് നല്ല വേവുള്ളതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ വേവിച്ചിട്ട് വേണം കൊടുക്കാൻ എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അതുകൊണ്ട് നമുക്കിത് കുക്കറിലോട്ടിട്ട് അല്പം മഞ്ഞപ്പൊടിയും ഉപ്പുപൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും ചേർത്ത് ഇനി നമുക്കൊരല്പം വെള്ളം, തിളയ്ക്കുമ്പോൾ ഇതിന് വെള്ളം ഇറങ്ങും, എന്നാലും ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു വെക്കാം. വെച്ച് നമുക്ക് ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ഒരു 8 വിസിലെങ്കിലും അടിക്കണം. എങ്കിലേ നന്നായിട്ട് വേഗത്തുള്ളൂ. 8 വിസിൽ അടുപ്പിക്കാം. കുക്കർ ഇപ്പൊ ഇവിടെ 6 വിസിലടിച്ച് 2 വിസിലൂടെ അടിക്കുമ്പോൾ നമുക്ക് നിർത്തി തണുക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. കുക്കറിന്റെ ആവി പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അരിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 നുള്ള് നല്ല ജീരകം, ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇത്രയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. പൊടി നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യണം. നല്ല രീതിയിൽ മൂക്കണം, കരിയരുത്. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം പൊടി വറക്കാൻ.
ഇത് മൂത്ത് നമുക്കിനി ഇത് വാങ്ങി വെക്കാം. കുക്കറിൻ്റെ ആവി പോയി നമുക്കിനി ഇതൊന്ന് തുറക്കാം. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കാം. ഈ വെള്ളം നമ്മൾ കളയരുത്. ഈ വെള്ളം നമ്മൾ കറി വെക്കുമ്പോൾ അതിനകത്ത് റോസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഈ വെള്ളമാണ് ചേർക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ചൂടുവെള്ളം ചേർത്താൽ മതി. ഇനി ഇത് തോരാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ കണവയിലെ വെള്ളമെല്ലാം വാർന്ന് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സ്റ്റൗ ഒന്ന് കത്തിക്കും. സിമ്മി വെച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിം വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പൊടി ഇട്ടിളക്കാൻ, അല്ലെ പൊടി കരിയരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യും. എന്താ 2 മിനിറ്റ് സമയം നമ്മൾ റോസ്റ്റ് ചെയ്ത് അതിലെല്ലാം ഈ മസാലകളെല്ലാം ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി ഇനി നമുക്കിത് വാങ്ങി വെക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് റോസ്റ്റ് ഉണ്ടാക്കാം. ഇതിലെ വെള്ളം ഒന്ന് പറ്റുമ്പോൾ ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് ആദ്യം അല്പം തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് റോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്താണ്. ഇത് കുറച്ച് കൊച്ചുള്ളിയും ഒരു സവാളയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് 2 പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ കറിവേപ്പില, ഇത് വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചക്കുരുമുളക്, ചെറിയൊരു പച്ചക്കുരുമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുകയാണ്. ഇത് 2 തക്കാളിയുടെ പേസ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ ചട്ടിയിലെ വെള്ളം പറ്റി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് മൂപ്പിച്ച് കോരിയെടുക്കാം. തേങ്ങാക്കൊത്ത് നമ്മൾ മൂപ്പിച്ച് കോരി വെച്ച് കഴിഞ്ഞാൽ അതിലേക്കൊരു 2 നുള്ള് പച്ച ഉലുവായും ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും ഉലുവയും പൊട്ടി നമുക്ക് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു പച്ചക്കുരുമുളക് ചതച്ച് വെച്ചിരുന്നതും കൂടെ ചേർത്ത് അതിന്റെ പച്ചമണം മാറാൻ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുരുമുളകിന്റെയും പച്ചമണം മാറി നമുക്കിനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി
ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളിയും സവാളയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒരല്പം ഉപ്പൂടിട്ട് പെട്ടെന്ന് നിന്ന് വഴലുന്നതിന് വേണ്ടി ഒരല്പം ഉപ്പൂടിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കാം. സവാള വഴണ്ട് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി പേസ്റ്റ് കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അതിന്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇപ്പൊ ഗ്രേവിയുടെ പച്ചമണം മാറി അതിലേക്ക് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടിയെല്ലാം കൂടെ ഗ്രേവി എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് കണവയിൽ നിന്ന് നമ്മൾ ഊറ്റി വെച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം. ഇനി ഇത് പോരാങ്കിൽ നമ്മൾ വേറെ വെള്ളം ചേർത്താൽ മതി. മസാലയുടെയൊക്കെ നല്ല മണമുണ്ട്. നമുക്കൊരല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണവയും ഇട്ട് തേങ്ങാക്കൊത്തും ഇട്ട് ഇളക്കി ഉപ്പും നോക്കി സ്റ്റൗ ഓഫ് ചെയ്യുക. ഗ്രേവി ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങാക്കൊത്തൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കാം. നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന്റെ ഉപ്പും എല്ലാം ഒന്ന് നോക്കിയാൽ മതി. ഇതിന്റെ ഉപ്പൊന്ന് നോക്കണേ. വേണ്ട, നല്ല കുറുകി നല്ല മണമുണ്ട്. ഉപ്പുണ്ടോ? കൊള്ളാവോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? പച്ചക്കുരുമുളകൊക്കെ ചേർത്താൽ എന്തെങ്കിലും ചേർക്കണോ? ഇനി ഉപ്പ് ചേർക്കണോ? നോക്ക്, എല്ലാം ഉണ്ടോ? അപ്പൊ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡിയായി. ഉപ്പും മസാലയെല്ലാം ഉണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പൊ ഈ രീതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് രേഖപ്പെടുത്തുകയും ചെയ്യണേ. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. താങ്ക് യു.